എന്താ വെച്ചാൽ നമ്മളെ വ്ളോഗർമാരെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഷവായ എന്ന് വെച്ചാൽ തിരിയണ ചിക്കൻ എന്നൊക്കെ കണ്ടിരുന്നു. അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പ്രാവശ്യം പോയപ്പോൾ കൂട്ടിയിട്ട് 4 തവണ ഇപ്പോൾ ഹയാത്തേക്ക് ഇഫ്താറിന് പോകാൻ തുടങ്ങിയിട്ട്. എന്ന് വെച്ചാൽ ഒരാൾക്ക് 3500 രൂപയായി. അപ്പോൾ അത് മുതലാവുമോയെന്ന് ചോദിച്ചാൽ കബാബ് ഗ്രിൽ സെക്ഷനാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ ആൾക്കാർ അടി തുടങ്ങി കേട്ടോ. ജാമും മിക്സ് ചെയ്ത് കഴിക്കണം, അത് കിട്ടില്ല സാധനം കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ലക്ഷൂറിയസ് ഇഫ്താർ എന്ന് പറയപ്പെടുന്ന ഗ്രാൻഡ് ഹയാത്ത് പോയിട്ട് ഇഫ്താർ കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഞാനൊക്കെ കഴിഞ്ഞ ഏകദേശം 3 ഇയറിൽ ഇപ്പോൾ ഏകദേശം 4ാമത്തെ വട്ടമാണ് ഇപ്പോൾ ഞാൻ പോണത്. കഴിഞ്ഞ 3 ഇയർ ഞാൻ പോയിരുന്നു ഇഫ്താറിന്. അപ്പോൾ നമ്മളവിടെ പെട്ട നേരിട്ട ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. കഴിഞ്ഞ 3 കൊല്ലമാണ് നമുക്ക് നേരിട്ടത്. ഇപ്രാവശ്യം എങ്ങനെയുണ്ട് നമുക്കവിടെ പോയേക്കാം. ഇപ്രാവശ്യത്തെ റേറ്റ് വരുന്നത് ഏകദേശം 3000+ ടാക്സ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 3600 രൂപേൻ്റെ അടുത്ത് വരും. 3500 സംതിങ് ഒരാൾക്ക് കേട്ടോ. അപ്പോൾ 2 ആൾക്കാവുമ്പോൾ ഏകദേശം 7000 എബവ് വരും. നമുക്ക് എന്താ ചെയ്യുക, അവിടെ പോയിട്ട് വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇന്ന് മാക്സിമം ഇഫ്താർ മുതലാക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ മാക്സിമം ലേറ്റ് ആവുമല്ലോ അവിടെ നിന്ന് ഇറങ്ങുമോ. സോ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അവിടെ എന്താ പറയുക, ഒരു ടാറ്റൻ്റെ ഒരു ജിഞ്ചർ MG റോഡിൽ സ്റ്റേ ആക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഫസ്റ്റ് അവിടെ പോയി ചെക്ക് ഇൻ ചെയ്ത് അവിടെ നമ്മളെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം എന്തേ ഉള്ളൂ ഇഫ്താർ ടൈമിൽ ഗ്രാൻഡ് ഹയാത്തേക്ക് പോകുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം, ലക്ഷൂറിയസ് ആണോ അതോ എല്ലാ പ്രാവശ്യത്തും പോലെ ഭയങ്കര തിരക്കാണോ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം എന്തായാലും. ഓക്കെ എന്നാൽ. യെസ് ഗായ്സ്, ഇതാണ് ഞങ്ങൾ നിൽക്കാൻ പോണ ജിഞ്ചർ. 4 സ്റ്റാർ ഹോട്ടലാണ്. വേറെ പാർക്കിംഗ് ഒന്നുമില്ല കേട്ടോ. അവിടെ നമ്മൾ തന്നെ കൊടുന്ന് വണ്ടി കയറണം. വന്നപ്പോൾ തന്നെ സെക്യൂരിറ്റീസിൻ്റെ വെൽക്കമിങ് ഒന്നും 0%. ഒരു വെൽക്കമിങ്ങും ഇല്ല. മൂഡ് പോയി സത്യം പറഞ്ഞാൽ വന്നപ്പോൾ തന്നെ. എന്തായാലും കയറി നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ജിഞ്ചർ MG റോഡ്, കൊച്ചി. ഉള്ളിൽ വന്നാൽ ഇവിടെ ലോബി ഏരിയ സ്റ്റേക്കിങ് കഴിഞ്ഞു. സ്റ്റേക്കിങ് കഴിഞ്ഞു. 4 സ്റ്റാർ ഹോട്ടലാണ് പറഞ്ഞിട്ട് ഒരു വെൽക്കമിങ് ഒന്നുമില്ല. സ്റ്റാഫ് ജസ്റ്റ് ഇങ്ങനെ നോക്കുക, റൂം വരെ പോവുക. എന്താ പറയുക, താജിൻ്റെ IHCL അണ്ടറുള്ള പ്രോപ്പർട്ടിയാണെന്ന് പറയാനത് പറ്റില്ല. വളരെ മോശം സ്റ്റാർട്ടിങ് തന്നെ. അങ്ങനെ നമ്മളെ റൂം നമ്പർ പറഞ്ഞാൽ 405 ആണ്. അപ്പോൾ നമുക്കിവിടെ പോയേക്കാം. ഇതാണ് 405. യെസ്, എത്തി. ഇതാണ് 405. റൂമിലേക്ക് എൻ്ററായി. യെസ്, ഇതാണ് റൂം. എൻ്റെ റൂം കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, വ്യൂ പറയുകയാണെങ്കിൽ ഒന്നുമില്ല. ഇതൊക്കെ ആകെ ബ്ലറായിക്കണം ഇതൊക്കെ. പിന്നെ അതേപോലെ തന്നെ TV ഉണ്ട്, 2 കുപ്പി വെള്ളം, കോഫി മേക്കർ, കാര്യങ്ങൾ, കബോർഡൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് വൃത്തി കുറച്ച് കുറവാണ്, വേറെ പ്രശ്നമില്ല. പിന്നെ ടവൽസൊക്കെ മങ്ങിയത് തന്നെ, മങ്ങിയ ടവൽസും കാര്യങ്ങളും. ഓവറോള് 3 ഔട്ട് ഓഫ് 5 റൂം. പിന്നെ ലിനന് ഇതൊക്കെ എന്താ ആരും യൂസാക്കിയ പോലെയൊക്കെ തോന്നുന്നത്, കാറൊക്കെ ഉള്ള പോലെ. യെസ് ഗായ്സ്, അങ്ങനെ ജിഞ്ചർ ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്തു. റീഫ്രഷ് ആയിട്ട് എന്ത് ചെയ്ത് ഞങ്ങളിപ്പോൾ ഹയാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്കിനി ഹയാത്തത്തെ കാഴ്ചകൾ കാണാം. യെസ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് ഹയാത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ടൈം 5:30 നമുക്ക് കുറച്ച് പുറത്ത് കറങ്ങുക, അതേപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേനും എന്താവും ഏകദേശം ഇഫ്താറിൻ്റെ ടൈമാവും. എന്തായാലും നമുക്ക് ഇക്കൊല്ലത്ത് ഗ്രാൻഡ് ഹയാത്തിൽ ഇഫ്താറിന് എന്തൊക്കെയുണ്ടെന്ന് പോയേക്കാം.
ഇപ്പോൾ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ലോബിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ നടന്നിട്ട് സ്വിമ്മിങ് പൂളിൻ്റെ ഏരിയയിലെത്തി ഗ്രാൻഡ് ഹയാത്തിൻ്റെ. ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാം. ഇഫ്താറിന് വേണ്ടി വന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഒരു ബോട്ട് കാണാം. ഇത് പെയ്ഡ് സർവീസാണ്. ഇവിടെ റൂം എടുക്കുന്ന ആൾക്കാർക്ക് നാട്ടിക പറഞ്ഞിട്ടൊരു ബോട്ട് പെയ്ഡ് സർവീസാണ്. ഇവിടെ കാണാം ഗ്രാൻഡ് ഹയാത്ത്. ഞങ്ങളിപ്പോൾ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഔട്ടർ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് നല്ല കായലിൻ്റെ വ്യൂ ഉണ്ട്. ഇങ്ങനെ നടക്കാം. ഇവിടെ 2 ബോട്ടുണ്ട്. ഒരു ബോട്ട് ഇവിടെയുണ്ട്, ഒരു ബോട്ട് അവിടെയുണ്ട്. ഗ്രാൻഡ് ഹയാത്തിൻ്റെ കണ്ട ബോട്ടിൻ്റെ പേര് നാട്ടിക തന്നെയാണ്. ഇവിടെ നമുക്ക് ലുലു യുവൈന്ന് കാണാം ആ ബോട്ടിന്. യെസ്, ഇതാണ് റമദാൻ കരീമിൻ്റെ ഹയാത്തത്തെ എൻട്രൻസ്. ഇവിടെ നമുക്ക് എൻട്രൻസിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇത് മലബാർ കഫേയിലാണ് ഇഫ്താർ നടക്കുന്നത്. ഇവിടെ ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഒരുപാട് നട്ട്സ്, ബദാം, കാരക്ക, ഈത്തപ്പഴം, ഒരുപാട് നട്ട്സ് ഉണ്ട്. കട്ട് ഫ്രൂട്ട്സ്, ഓൾ ഫ്രൂട്ട്സ്, ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൻ്റെ. യെസ്, ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഇവിടെ ബക്ലാവ കാഷ്യൂ. ബക്ലാവ സെക്ഷനാണ്. ഒരുപാട് ബക്ലാവ നമുക്കിവിടെ കാണാം. ഒരുപാട് എന്താ പറയുക, ഹൽവാസ്, ബക്ലാവ, ബർഫി, അതേപോലെ തന്നെ അഷ്റഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. ഇത് നമ്മളെ സേമിയ മുസാഫിർ എന്ന് പറയുന്ന സംഭവം. ഇതൊരു കേക്കാണ് ചോക്ലേറ്റിൻ്റെ ഇവിടെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് കാണാം, കോക്കനട്ട് പാഷൻ കാണാം, ഡാർക്ക് ചോക്ലേറ്റ് കാണാം. പിന്നെ ഇവിടെ കുറേ ഒരുപാട് നമുക്ക് ഡെസേർട്ട്സ് കാണാം. ഇവിടെ നമ്മൾ ഐസ്ക്രീംസിൻ്റെ സെക്ഷൻ കാണാം. വനില, ചോക്ലേറ്റ്, മാംഗോ, കോട്ടൺ കാൻഡി, ബട്ടർ സ്കോച്ച് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഷീർ കുർമ കാണാം. പിന്നെ ഇവിടെ തവാമിത്തായി എന്ന് പറയുന്ന സംഭവം കാണാം. ഇത് തോന്നണം നമ്മളെ റസ്മലായി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കുറേ. പിന്നെ അതവിടെ ഉണ്ട് റസ്മലായി അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഒരു മാറ്റമില്ലേ ഗൈസ്, ഇതിൻ്റെ റഷ് തന്നെ. ഇവിടെ നമുക്ക് ലൈവ് കൗണ്ടർ കാണാം. അപ്പം, മലപ്പ പൊറോട്ട, റൊട്ടി, പ്ലെയിൻ നൈൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉപ്പിലിട്ട ഐറ്റംസ്, മാങ്ങ അങ്ങനത്തെ ഐറ്റംസ്, ബീട്രൂട്ട്, ഉപ്പിലിട്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് പിക്കിൾസ് കാണാം. പിന്നെ ഈ നാടൻ ചോറിലേക്കുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അവിടെ നമുക്ക് സ്നാക്സ് കാണാം. നോമ്പുറക്കാനുള്ള സ്നാക്സ്, ഉന്നക്കായ അങ്ങനത്തെ ഐറ്റംസ്, ബീട്രൂട്ട് ബോളൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ കറീസ് കാണാം. വെള്ളരിക്ക പരിപ്പ്, മലാക്കറി, പഴം പുളിശ്ശേരിയൊക്കെ. പിന്നെ ഇവിടെ തലക്കറി, ഫിഷാണ് തോന്നുന്നുണ്ട്. പിന്നെ കൊയിലാണ്ടി മീൻ കറി, പിന്നെ ആട്ടിറച്ചി, കോതമ്പല, കോഴി മപ്പാസ്, പിന്നെ പോത്തിറച്ചി. പിന്നെ ഇവിടെ നമുക്ക് കപ്പ കാണാം. പിന്നെ ഇവിടെ വേണമെങ്കിൽ കുത്തരിച്ചോറ്, നമുക്ക് പപ്പടം കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ നമുക്കിവിടെ ഡ്രിങ്ക്സ് കാണാം. വാട്ടർമെലൺ ജ്യൂസ്, അതേപോലെ തന്നെ ജലാബ് എന്ന് പറയുന്ന ജ്യൂസുണ്ട്, ലബാന്, പിന്നെ ജിഞ്ചർ ലൈമ. ഇവിടെ നമുക്ക് ചിക്കൻ്റെ റോസ്റ്റഡ് ചിക്കൻ കാണാം. പിന്നെ അതേപോലെ പൊട്ടാറ്റോ ആൻഡ് പീ, അതേപോലെ എന്താണ് സൗത്തിയുടെ ഗ്രീന്, പിന്നെന്താണ് കാട മസാല, പിന്നെ പനീർ, ടീൻ മിർച്ച്, ദാൽ അമൃത്സരി, വെജിറ്റബിൾ ദം ബിരിയാണി, ആട്ടിറച്ചി ബിരിയാണി. ബ്രെഡ്സിൻ്റെ സെക്ഷനാണ് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ്സ് കാര്യങ്ങളൊക്കെ കാണാം. ക്യാരറ്റ്, കുക്കമ്പർ, ലെറ്റ്യൂസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ കട്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണത്. പിന്നെ പിസ്സ അവിടെ ഉണ്ട്, പിസ്സേൻ്റെ സെക്ഷന്. കട്ട് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് പിസ്സ കാര്യങ്ങളൊക്കെ കാണാം. തന്തൂരി പനീർ, അറബിക് സ്റ്റൈൽ ചിക്കൻ, ബീഫ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഹോട്ടലിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ തരിക്കഞ്ഞിയുടെ സെക്ഷൻ കാണാം നമുക്ക്. ഇവിടെ തരിക്കഞ്ഞി, പിന്നെ അതേപോലെ പഴാനിഹാരി വിത്ത് ഷീർമാൽ. പിന്നെ ഇവിടെ ഹലീമിൻ്റെ സെക്ഷൻ കാണാം. മട്ടൻ ഹൈദരാബാദി സെക്ഷനാണ് തോന്നുന്നുണ്ട്. ഇവിടെ നമുക്ക് ബന്ദിക്ക, ഒരുപാട് പേരറിയാത്ത പല ഐറ്റംസൊക്കെ കാണാം. മുട്ടൻ്റെ ഒക്കെ ഹൈദരാബാദി ബിരിയാണി കാണാം നമുക്ക്. കബാബ് ആൻഡ് ഗ്രിൽ സെക്ഷനാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ ആൾക്കാർ അടി തുടങ്ങി കേട്ടോ. ഇവിടെ
മലായിട്ടിക്ക, ഷാനി കബാബ്, അതേപോലെ തന്നെ ഓവൻ ഗോഷ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രിൽഡ് സെക്ഷൻ കാണാം. കുറേ ഫിഷ് ഗ്രില്ലും ചെമ്മീൻ ഗ്രില്ല്, അതേപോലെ തന്നെ മലായിട്ടിക്ക ചിക്കൻ, അത് കുറേ കഴിച്ച് ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് കഴിച്ചിട്ട് ലാസ്റ്റ് ഇത് കഴിക്കുമ്പോഴേ ഇതിൽ ഗുലാബ് ജാമുൻ മിക്സ് ചെയ്ത് കഴിക്കണം. അത് കിട്ടില്ല സാധനം കേട്ടോ. ഇതിൽ ഗുലാബ് ജാമുൻ മിക്സ് ചെയ്താൽ അടിപൊളി സാധനം. യെസ് ഗായ്സ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങണം വേലക്ക പാർക്കിങ്ങിൽ. വെയിറ്റ് ചെയ്തിട്ട് കാറ് വെയിറ്റ് ചെയ്ത് നോക്കാം. യെസ് ഗായ്സ്, അങ്ങനെ ഇഫ്താർ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. ഇവിടെ ജിഞ്ചർ MG റോഡ്. അപ്പോൾ ഇഫ്താറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം 4ാമത്തെ തവണയാണ് ഇപ്പോൾ ഇക്കൊല്ലം കൂട്ടിയിട്ട് 4 തവണ ഇപ്പോൾ ഹയാത്തക്ക് ഇഫ്താറിന് പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ടൈം ഉണ്ടാവും എന്ന് വെച്ചാൽ 4 കൊല്ലം മുമ്പ്. അന്ന് പോയതിനേക്കാൾ എത്രയോ മെനു കുറഞ്ഞിക്കണ്. മേ ബി ഞാൻ ഇപ്പോൾ കുറഞ്ഞ ഐറ്റംസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രിങ്ക്സ് കാര്യങ്ങൾ കുറഞ്ഞിക്കണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചിക്കൻ ഐറ്റംസൊക്കെ കുറവാണ് പ്രാവശ്യം. പിന്നെ നമുക്ക് മുതലാവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, എനിക്കിപ്പോൾ അയക്കണത് ഏകദേശം 2 ആൾക്ക്. ഞാനൊരു ഡൈനിങ് ക്ലബ്ബിലോ അംഗമല്ല കേട്ടോ. ഹയാത്ത് ഡൈനിങ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ 50% ഓഫൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഫുൾ ക്യാഷ് കൊടുത്തിട്ടാണ് ഇപ്രാവശ്യം ചെയ്തത്. അപ്പോൾ ഏകദേശം 7077 റുപ്യ 2 ആൾക്ക്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഏകദേശം 3500 മുകളിൽ വന്ന. ഞാൻ വരുമ്പോൾ പറഞ്ഞില്ല അത്ര തന്നെ. അപ്പോൾ പിന്നെ ഇതിൽ എന്തോ ഡൈനിങ് ക്ലബിൻ്റെ ആൾക്കാരൊക്കെ വന്ന് എന്തോ സംസാരിച്ചിരുന്നു. ഞാൻ ആദ്യം എടുത്തിരുന്നതാണ് ഡൈനിങ് ക്ലബ്ബൊക്കെ കുറച്ച് കൊല്ലങ്ങൾ മുമ്പ്. പിന്നെ അത് എനിക്ക് യൂസ്ഫുൾ ആവാത്തപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഏകദേശം 2 ആൾക്ക് 7000, എന്ന് വെച്ചാൽ ഒരാൾക്ക് 3500 രൂപയായി. അപ്പോൾ അത് മുതലാവുമോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ടാണ്. എനിക്ക് മുതലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മട്ടൻ കഴിക്കാത്തതാണ്. ഓപ്പണായി പറയാമല്ലോ, മട്ടൺ എനിക്ക് നാട്ടിൽ അധികം കഴിക്കാറില്ല. അപ്പോൾ മട്ടണിൻ്റെ കുറേ വിഭവങ്ങളുണ്ട്. ഹൈദരാബാദി വിഭവങ്ങളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കുറേ നാടനാണുള്ളത്. സത്യം പറയാമല്ലോ, നാടന് അതേപോലെ ഹൈദരാബാദി അത് കേൾക്കുന്നവർക്ക് നല്ല മുതലാവും. പക്ഷെ അത് കേൾക്കുമെന്ന് വെച്ചാൽ നമുക്കത് ഓവർ കേൾക്കാനും പറ്റില്ല. കാരണം ഹൈദരാബാദി വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ വയറ് നിറയുന്ന സംഭവമാണ്. പിന്നുള്ളത് ഞാൻ കഴിച്ച് മുതലായിട്ടില്ല, എന്നാലും എനിക്ക് മാക്സിമം കഴിച്ചത് ചിക്കൻ, അതേപോലെ തന്നെ ഫിഷ്, ചെമ്മീൻ. അപ്പോൾ ഇത് മാക്സിമം കഴിക്കാൻ നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ ഗ്രില്ലിൻ്റെ ഏരിയയിൽ പോയാൽ ഭയങ്കര തിരക്കാവും. അപ്പോൾ ആദ്യം പോയി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എല്ലാവർക്കും പേടിയാണ് ചെയ്യുന്നത്. അത് കഴിയൊന്നുമില്ല. അത് ഏകദേശം കഴിയണ വരെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്താ ചെയ്യുക, ആദ്യം അവിടെ ഭയങ്കര തിരക്കാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അകത്തിൽ പോയി എടുത്താലും മതി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഡെസേർട്ടിൻ്റെ ഒരു ഡെസേർട്ട് ഉണ്ട്. ഒരു സംഖ്യ തന്നെ ഞാൻ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇഷ്ടം പോലെ ഡെസേർട്ട്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നാടൻ വിഭവങ്ങൾ ഒരുപാടുണ്ട്, ഹൈദരാബാദി വിഭവങ്ങളും. ചിക്കൻ്റെ ഐറ്റംസ് സത്യം പറഞ്ഞാൽ കുറവാണ്, ഓപ്പണായി പറയാമല്ലോ. ചിക്കൻ ആ മലായിട്ടിക്ക പോലത്തെ ടിക്ക ഉണ്ട്. പിന്നെ ഒരു റോസ്റ്റഡ് ചിക്കന് മാത്രമാണ്. ബീഫും കുറവാണ്. ബീഫൊക്കെ തോന്നുന്നത് എന്താ പറയുക, എന്താണ് കറിവേപ്പില ബീഫാണ്, അങ്ങനെ എന്തൊരു ബീഫ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ അതിന് മുന്നത്തെ ഇയറൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും ഡിഷസ് എനിക്കിഷ്ടപ്പെട്ട ഡിഷസ് കുറവാണ് സത്യം പറഞ്ഞാൽ. പിന്നെ അതേമാതിരി ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഈ ഡൈനിങ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് വന്നപ്പോൾ ആൾക്കാർ 50% ജോബ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ഫാമിലിയിൽ വന്നിട്ട് ഫുള്ള് തിരക്കാണ്. ഭയങ്കര നല്ലൊരു അടിയും കുത്തും എന്ന് പറയുമല്ലോ, അങ്ങനെയും തിരക്കാം അവിടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇഫ്താർ ആയതുകൊണ്ടാണ് എന്താ അറിയില്ല, സ്റ്റാഫ് നമ്മളെ എന്താ പറയുക, ക്ലിയറിങ് സ്റ്റാഫൊന്നും കുഴപ്പമില്ല. ബാക്കിയുള്ള സ്റ്റാഫൊന്നും വലിയ എന്താ പറയുക, ഒരു അറ്റൻഷനും കാര്യങ്ങളൊക്കെ കുറവാണ്. മെയിൻലി കോട്ടും സൂട്ടും നിൽക്കുന്ന ആൾക്കാർ അവർ വലിയ നമ്മൾ ഫ്രീ ആയി പോയി തന്നണ മാതിരി അവരെ കാട്ടി നോട്ടം കാര്യങ്ങളൊക്കെ കണ്ടാൽ. ഓവറോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം പോയ ആൾക്കാർക്ക് ഈ കൊല്ലം പോയാലും മുതലാവില്ല, അങ്ങനെ പറയാം. എന്ന് വെച്ചാൽ ഹൈദരാബാദ് കഴിക്കുന്ന ആൾക്കാർ മുതലാവും, മട്ടൻ കഴിക്കുന്ന ആൾക്കാർക്ക് നല്ല മുതൽ. എന്ന് വെച്ചാൽ മട്ടണൊന്നും ഓവർ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്താ ചെയ്യുക, ലാസ്റ്റ് ഇയർ പോയ ആൾക്കാർ എന്ത് ചെയ്യുക, ഇയർ പോയിട്ട് എന്തായാലും കമൻറ്റ് അറിയിക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വ്ളോഗർമാരെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നത് ഷവായ എന്ന് വെച്ചാൽ തിരിയണ ചിക്കൻ എന്നൊക്കെ കണ്ടിരുന്നു. അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ പ്രാവശ്യം പോയപ്പോൾ. അതൊന്നും ഇല്ലാത്ത പറഞ്ഞാൽ അവിടെ ഗ്രില്ലെന്ന് പറഞ്ഞത് ഫിഷ് ഗ്രില്ലുണ്ട്, ചെമ്മീൻ ഗ്രില്ലുണ്ട്, മലായിട്ടിക്ക ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു മട്ടൻ്റെ ഒരു മട്ടണുണ്ട്, പിന്നെ പനീർ ടിക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ. അല്ലാതെ ഷവായ തിരിയണ ചിക്കനൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, ഞാൻ പോയെന്ന് എന്തായാലും ഇല്ല. അപ്പോൾ ഗായ്സ്, ഇക്കൊല്ലത്തെ ഹയാത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കണേ.
ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, റെഡി.